രാഷ്ട്രീയ കേരളം ഇന്ന് കണ്ണു തുറന്നു കാണുന്നതും കാതോർത്ത് കേൾക്കുന്നതും ഒരൊറ്റ പേരാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ. കളത്തിലും പുറത്തും ഒരുപോലെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട് രാഹുൽ മുന്നേറുമ്പോൾ എതിരാളികളുടെ നെഞ്ചിൽ തീ പടരുകയാണ്. CPM-ന്റെയും BJP-യുടെയും നേതാക്കന്മാരും അവരുടെ അണികളും ഇന്ന് വലിയ വേവലാതിയിൽ തന്നെയാണ്. എന്നാൽ അവരോടിപ്പോ ഒന്നേ പറയാനുള്ളൂ: സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് തളയ്ക്കാമെന്ന് കരുതിയവർക്ക് ഇനി തെറ്റി. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ തീരുമാനം എടുത്തു കഴിഞ്ഞു. രാഹുലിനെ ഇനി പുറത്തു നിർത്തേണ്ടതില്ല, കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അനുയോജ്യമായ ഒരു അവസരം വരുമ്പോൾ ആ പ്രഖ്യാപനം വരിക തന്നെ ചെയ്യും. കാരണം ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമോ? രാഷ്ട്രീയമായി അവസാനിച്ചെന്ന് എതിരാളികൾ വിധിയെഴുതിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഓരോ പൊതുവേദിയിലേക്കും നടന്നു കയറുന്നത് ഒറ്റയ്ക്കല്ല, പിന്നിൽ ഇരമ്പിയെത്തുന്ന ജനപിന്തുണയായിട്ടാണ്. കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു. ജനങ്ങൾ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നു. CPM-ഉം BJP-യും ഒരുപോലെ അസ്വസ്ഥരാകുന്നു. അപ്പോൾ അണിയറയിൽ എന്താണ് സംഭവിക്കുന്നത്? രാഹുലിനായി കോൺഗ്രസിന്റെ വാതിൽ വീണ്ടും തുറക്കുകയാണോ? ഓർത്തു വെച്ചോളൂ, അവർ അവസാനമെന്ന് എഴുതിയെടുത്തു നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ 2ാം അധ്യായം ഇപ്പോൾ തുറന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കോൺഗ്രസിന് രാഹുലുമായി എതിർപ്പുണ്ടെന്ന്? എങ്കിൽ നോക്കൂ ഈ കാഴ്ചകൾ. ജനമധ്യത്തിൽ പൊതുവേദികളിൽ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി രാഹുലുമായി സംസാരിക്കുന്നതും അദ്ദേഹത്തെ കെട്ടിപ്പുണരുന്നതും വെറുതെ ഒരു സ്നേഹപ്രകടനമല്ല സുഹൃത്തുക്കളെ, മറിച്ച് എതിരാളികളുടെ നെഞ്ചിലേക്ക് എയ്തുവിട്ട കൂരമ്പുകളാണവ. തെരഞ്ഞെടുപ്പ് വേളയിൽ CPM-നും BJP-ക്കും വ്യാജ പ്രചാരണങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കാൻ കോൺഗ്രസ് സ്വീകരിച്ച ഒരു സാങ്കേതിക നടപടി മാത്രമായിരുന്നു അത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ രാഹുൽ ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാണ് സുഹൃത്തുക്കളെ. കോൺഗ്രസിന്റെ രക്തവും വീര്യവും പേറുന്ന വിപ്ലവകാരിയായ ഒരു ശബ്ദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. പാലക്കാട്ടെ വീതികളിലും കേന്ദ്രത്തിലെ ഓരോ കോണുകളിലും ജനങ്ങൾ ഇരമ്പിയാർക്കുന്നത് രാഹുലിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓടിയെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗവും പിണറായി സർക്കാരിന്റെ ഭരണ പരാജയത്തെ തോലുരിച്ച് കാണിക്കുമ്പോൾ CPM-നും BJP-ക്കും തലവേദന വർദ്ധിക്കുകയാണ്. കാരണം പിണറായി സർക്കാരിന്റെ ഭരണവും കോൺഗ്രസ് സർക്കാരിന്റെ ഇപ്പോഴത്തെ വികസന നേട്ടങ്ങളും അദ്ദേഹം താരതമ്യം ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നതാണ് സത്യം. രാഹുലിന്റെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റിനും അലതല്ലുന്ന ജനപങ്കാളിത്തം കണ്ട് CPM-ഉം BJP-യും വിളറി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: രാഹുലിനെതിരെ പരാതി പറഞ്ഞവർ ഇന്ന് എവിടെയാണ്? രാഹുലിനെതിരെ ഏത് കേസാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്? അർദ്ധരാത്രിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച നിയമ കൂടാരത്തിന്റെ തെറ്റുകൾ എന്തൊക്കെയായിരുന്നു എന്ന് അന്നത്തെ നേതാക്കൾ ഇന്ന് ഏറ്റു പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഉമ്മൻചാണ്ടി എന്ന മഹാനായ ജനനായകനും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴും ഇതേ കഥ തന്നെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ സത്യം ഒരിക്കലും എക്കാലവും മൂടിവെക്കാനാവില്ല സുഹൃത്തുക്കളെ. അത് കാലം തെളിയിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച അതേ ജനസമ്മതിയും നീതിയുമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനും ജനങ്ങൾ നൽകുന്നത്. രാഹുൽ വീണ്ടും വേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് CPM-നും BJP-ക്കും ഒരുപോലെ അസ്വസ്ഥത ഉണ്ടാകുന്നത്? ഒരു വ്യക്തി പരിപാടിയിൽ പങ്കെടുക്കുന്നതോട് മാത്രം 2 വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇല്ല. അവരുടെ പ്രശ്നം രാഹുൽ വേദിയിൽ കയറുന്നതല്ല, രാഹുൽ കയറുന്ന വേദിക്ക് മുന്നിൽ ആളുകൾ കൂടുന്നതാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ വീഡിയോയ്ക്ക് താരെ ആയിരങ്ങൾ പ്രതികരിക്കുന്നതാണ്. രാഷ്ട്രീയമായി അവസാനിച്ചുവെന്ന് എതിരാളികൾ കരുതിയ ഒരാൾ വീണ്ടും ചർച്ചയുടെ മധ്യത്തിലേക്ക് വരുന്ന കാണുമ്പോൾ സ്വാഭാവികമായി CPM-നും BJP-ക്കും വിറളി ഉണ്ടാകും. അത് സത്യം. അതേ സുഹൃത്തുക്കളെ, CPM-നെയും BJP-യെയും ഒരുപോലെ വിറളി പിടിപ്പിക്കുന്ന, അവരെ അസ്വസ്ഥരാക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി നമ്മൾ വിശകലനം ചെയ്യുക. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വലിയ സഹായം ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പ്രത്യക്ഷപ്പെട്ടത് വെറും സൗഹൃദത്തിന്റെ ദൃശ്യങ്ങളാണോ?
അതോ രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ ആദ്യ വരിയായി അത് മാറുന്നുണ്ടോ? നേതാക്കൾ സംസാരിക്കുന്നു, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു, പൊതുപരിപാടികളിൽ ഒപ്പം നിൽക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തോട് തീർത്തും അടഞ്ഞ സമീപനമാണെങ്കിൽ ഇത്തരം ദൃശ്യങ്ങൾ അത്ര സ്വാഭാവികമായി സംഭവിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുമ്പോൾ അത് ഉയർത്തുന്നതിൽ ഒരു തെറ്റും നമുക്ക് പറയാനാവില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇതൊരു വികാരത്തിന്റെ മാത്രം പ്രശ്നമല്ല, കൃത്യമായ രാഷ്ട്രീയ കണക്കൂട്ടലാണ്. ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന യുവാക്കളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന എതിരാളികളുടെ ആരോപണങ്ങൾക്ക് വേദിയിൽ ഉടൻ മറുപടി നൽകാൻ കഴിയുന്ന നേതാക്കൾ ഇന്ന് അപൂർവമാണ്. രാഹുലിന്റെ ഏറ്റവും വലിയ ശക്തി ഒരു പദവിയല്ല, അദ്ദേഹത്തിന്റെ ആശയവിനിമയ ശേഷിയാണ്. രാഷ്ട്രീയ വിഷയങ്ങളെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നത് രാഹുലിന്റെ ഏറ്റവും വലിയൊരു കഴിവാണ്. എതിരാളികളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം തിരിച്ചു ചോദ്യം നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. പ്രസംഗം അവസാനിച്ചാലും അതിലെ ഒരു വരി സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളോളം സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് BJPക്കും CPMനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് വലിയ തലവേദനയായി മാറും എന്ന് പറയുന്നത്. എന്നാൽ BJPയുടെ പ്രശ്നം മറ്റൊന്നാണ്. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ യുവാക്കളെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കാൻ കഴിയുന്നൊരു മുഖം കോൺഗ്രസിന് ലഭിക്കുന്നത് അവരുടെ രാഷ്ട്രീയ കണക്കൂട്ടലിനെ ബാധിക്കും. നമുക്കറിയാം, 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ നേടിയ 18,840 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം വെറും പഴയൊരു കണക്കല്ല. ജനങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള അദ്ദേഹത്തിന്റെ ശേഷിയുടെ തെളിവായി അനുയായികൾ ഇന്നും അത് ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇവിടെയാണ് രാഹുലിന്റെ എതിരാളികൾക്ക് പറ്റിയ വലിയൊരു രാഷ്ട്രീയ പിഴവ്. അതായത് ആരോപണങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ നിയമപരമായ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവർ രാഷ്ട്രീയ ചരമക്കുറിപ്പ് രാഹുലിന് വേണ്ടി എഴുതാൻ തുടങ്ങി. രാഹുൽ ഇനി തിരിച്ചു വരില്ല, രാഹുലിന്റെ രാഷ്ട്രീയം അവസാനിച്ചു, ജനങ്ങൾ രാഹുലിനെ ഉപേക്ഷിച്ചു എന്നീ വിധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. എന്നാൽ ഇന്ന് രാഹുലിനെ കാണാൻ ജനങ്ങൾ കൂടുന്നുവെങ്കിൽ ആ മുൻവിധികൾ വീണ്ടും പരിശോധിക്കപ്പെടണം. ഒരാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും അയാളെ പൊതുവേദിയിൽ ജീവനോടെ നിലനിർത്താം എന്ന രാഷ്ട്രീയ പാഠം എതിരാളികൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ CPMും BJPയും അത് തിരുത്താൻ സമയം ഒരുപാട് വൈകി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി കോൺഗ്രസിന് എങ്ങനെ രാഹുലിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നിർണായകമായ മറ്റൊരു ചോദ്യം. ഉടൻ വലിയൊരു പദവി നൽകി മുന്നിലിരുത്താനുള്ള സാധ്യതയേക്കാൾ ഘട്ടം ഘട്ടമായുള്ള രാഷ്ട്രീയ പുനരധിവാസമാണ് കൂടുതൽ പ്രായോഗികം. ആദ്യം ജനകീയവും സാമൂഹികവുമായ പരിപാടികളിലുള്ള സാന്നിധ്യം, പിന്നീട് സർക്കാരിനെ അനുകൂലിച്ചുള്ള വിഷയങ്ങളിൽ പ്രസംഗവും ഡിജിറ്റൽ പ്രചാരണവും. നിയമപരമായ സ്ഥിതി കൂടുതൽ വ്യക്തമാവുമ്പോൾ പ്രാദേശിക നേതാക്കളൊപ്പം പാർട്ടി വേദികളിലേക്കുള്ള പ്രവേശനം. അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗിക അംഗത്വമോ സംഘടനാപരമായ ചുമതലയോ സംബന്ധിച്ചുള്ള ആലോചന. രാഷ്ട്രീയത്തിൽ അടഞ്ഞ വാതിലുകൾ പലപ്പോഴും ഒറ്റയടിക്ക് തുറക്കില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നൊന്നായി തുറക്കുകയാണ് രാഷ്ട്രീയത്തിലെ സ്ഥിരം പതിവ്. ഇതിനെല്ലാം ഉപരി നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. രാഹുലിന്റെ ഭാവി തീരുമാനിക്കുന്നത് CPMന്റെ പരിഹാസമോ BJPയുടെ പ്രതിഷേധമോ മാത്രമായിരിക്കില്ല. കോടതി നടപടിയുടെ അന്തിമ ഫലം, ജനങ്ങൾക്കിടയിലെ വിശ്വാസം, അദ്ദേഹത്തിന്റെ സ്വന്തം പെരുമാറ്റം, കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ വിലയിരുത്തൽ, ഇവയെല്ലാം ചേർന്നായിരിക്കും ആ തീരുമാനം. പക്ഷെ ഒരു കാര്യം ഇന്ന് വ്യക്തമാണ്. രാഷ്ട്രീയത്തിൽ രാഹുൽ അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചവർക്ക് ആ പ്രഖ്യാപനം തിരുത്തപ്പെടേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഉപയോഗിക്കുക? കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ മൂർച്ചയുള്ള യുവശബ്ദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും മുമ്പിലുണ്ടാകും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറയാൻ, അവരെ സഹായിക്കാൻ, സർക്കാരിനൊപ്പം പോരാടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് വിവരിക്കുകയും അത് ജനങ്ങൾക്ക് അവബോധനം നൽകുകയും ചെയ്യുന്ന വലിയൊരു ചുമതല രാഹുൽ മാങ്കൂട്ടത്തിൽ അനൗദ്യോഗികമായി ഏറ്റെടുക്കും എന്നതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. എതിരാളികൾ എത്രയൊക്കെ കെട്ടുകഥകൾ മെനഞ്ഞാലും, എത്രയൊക്കെ കേസ് കൊടുത്താലും ജനമനസ്സുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് മായ്ച്ചു കളയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നതാണ് വസ്തുത. സത്യത്തിന്റെ പാതയിൽ ജനങ്ങളുടെ പിന്തുണയോടെ രാഹുൽ മുന്നേറുമ്പോൾ
അത് കാണാൻ CPM-നും BJP-ക്കും ഇനിയും ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ ബാക്കിയുണ്ട്. ഈ പോരാട്ടം ഇവിടെ തീരുന്നില്ല. ഇത് പുതിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തുടക്കം മാത്രമാണ്. അതെ, ജനങ്ങൾ ആഗ്രഹിച്ച, കേരളത്തിലെ അമ്മമാർ ആഗ്രഹിച്ച, കേരളത്തിലെ യുവജനങ്ങൾ സ്വപ്നം കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ രണ്ടാം വരവ് ഇതാ വരവായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കട്ടെ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വിമർശനങ്ങളുണ്ടെങ്കിൽ അതും കമൻ്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്നും അറിയിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾ ചർച്ച ചെയ്യും, വ്യക്തമായി ഞങ്ങൾ നിരീക്ഷിക്കും. നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഇവിടെ തന്നെ വ്യക്തമായ മറുപടി നൽകും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.